PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയമായത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസിന് കൈമാറാതെ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച തീരുമാനം ഇന്നത്തെ PSC യോഗത്തോടെ പൊളിഞ്ഞു. ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള PSC ചെയർമാന്റെ നീക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് PSC യോഗത്തിലുണ്ടായത്. ഇതോടെ പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കാനും അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിക്കാനും യോഗം തീരുമാനിച്ചു. SP സിനി ഡെന്നീസിന്റെ നേതൃത്വത്തിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുക. കൂടാതെ പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഇന്ന് രംഗത്തെത്തി. PSC ക്രമക്കേടിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ചെയർമാന്റെ നീക്കം ആരെ സംരക്ഷിക്കാൻ? ക്രമക്കേടിൽ PSC ബോർഡും സംശയനിഴലിലോ? കാണാം RD എക്സ്ട്രാ. പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും ഉത്തരവിറക്കിയിരുന്നില്ല. പകരം അന്വേഷണ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ PSC യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേസ് അട്ടിമറിക്കാൻ PSC ചെയർമാൻ രഹസ്യമായി കൺട്രോളറെ അന്വേഷണം ഏൽപ്പിച്ചെന്നായിരുന്നു ഉയർന്ന പ്രധാന ആരോപണം. ഇതോടെയാണ് അന്വേഷണം വിജിലൻസിനെ തന്നെ ഏൽപ്പിക്കാൻ PSC നിർബന്ധിതമായത്. കൂടാതെ വിജിലൻസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് സർക്കാരിനും നിയമോപദേശം ലഭിച്ചിരുന്നു. ക്രമക്കേട് വാർത്തകൾ പുറത്തുവന്നതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നിയമോപദേശം തേടിയത്. കേസ് അഴിമതി നിരോധന പരിധിയിൽ വരുമെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത്. PSC സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നും അതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും നിയമോപദേശമുണ്ടായിരുന്നു. അതേസമയം ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുകളിൽ PSCക്കെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഇന്ന് രൂക്ഷ വിമർശനമുയർത്തി. ഉത്തരക്കടലാസുകളടക്കം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട മുഴുവൻ വിവരങ്ങളും 7 ദിവസത്തിനകം നൽകണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് പരിശോധിക്കാം. 100 മാർക്കിനുള്ള പരീക്ഷയിൽ 58 മാർക്കിനുള്ള ഉത്തരങ്ങളും PSC പരിശോധിച്ചിരുന്നില്ല. പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെ 10 ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടും കഴിഞ്ഞ 1 വർഷമായി ഉത്തരക്കടലാസും നൽകിയിരുന്നില്ല. തുടർന്ന് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചെങ്കിലും ഉത്തരക്കടലാസ് നൽകാൻ PSC തയ്യാറായിരുന്നില്ല. 2019 ഇതേ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോപണം. PSC നിയമനങ്ങളിൽ അട്ടിമറി നടന്നതായി ഉദ്യോഗാർത്ഥി വെളിപ്പെടുത്തിയിരുന്നു. എഴുത്തു പരീക്ഷയിൽ പിന്നിലായവർക്ക് അഭിമുഖത്തിൽ മാർക്ക് ദാനം ചെയ്തെന്നും പരാതികൾ ഉയർന്നു. ചീഫ് സോഷ്യൽ സർവീസ് പരീക്ഷയിൽ ഒന്നാമതെത്തിയ ദളിത് യുവതിയെ അഭിമുഖത്തിൽ കുറഞ്ഞ മാർക്ക് നൽകി പുറത്താക്കി പണമടച്ച് 7 വർഷമായിട്ടും PSC ഉത്തരക്കടലാസ് നൽകിയില്ല എന്നും ഉദ്യോഗാർത്ഥി പറഞ്ഞിരുന്നു. ശ്യാമലി, ഇതിപ്പോൾ ഏറ്റവും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട സംശയം ഉയർന്നാൽ മറ്റെല്ലാ തലങ്ങളിലും ആ നിയമനം PSCയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യമുയരാറ്. കാരണം PSC അത്രയ്ക്ക് വിശ്വാസ്യതയുള്ള ഒരു ഏജൻസി ആയതുകൊണ്ടാണ് PSCയെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അത് തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കത്തക്ക സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്താണ് തോന്നുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും RDXൽ അക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഇത് അതിൻ്റെ തുടർച്ചയായിട്ട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ കള്ളൻ ആരാണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആരൊക്കെയാണ് ആ കള്ളങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഈ കള്ളത്തരത്തിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒന്ന് ഈ പിന്നീട് അതുമാത്രമല്ല, ഒരു കള്ളം മറയ്ക്കാൻ അടുത്തത് എന്ന നിലയ്ക്കാണ് PSCയുമായി ബന്ധപ്പെട്ട ആസ്ഥാനത്തിരിക്കുന്നവർ ഇതിനെ പ്രവർത്തിപ്പിച്ച്, ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഇന്ന് വിവരാവകാശ കമ്മീഷൻ അടക്കം ബന്ധപ്പെട്ട അവിടെ നിന്നും കൂടി പ്രഹരം കിട്ടിയതോടുകൂടി ഇക്കാര്യത്തിൽ ഈ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. കാരണം PSC എന്ന് പറയുന്നത് ഒരു സുതാര്യമായതല്ല, പക്ഷേ അതിൽ ചില കറപ്ഷൻസ് അവിടെ നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള തെളിവുകളാണ് നിലവിൽ മുന്നോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏത് സർക്കാരിൻ്റെ കാലത്തായാലും അത് ഗൗരവതരമായ പ്രശ്നമാണ്. ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡേറ്റയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദളിത് യുവതിയുടെ കാര്യം. ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് മറ്റോ ഇത് ചെയ്ത അത് 2019 ആ ദളിത് യുവതിക്ക്. അവർക്ക് എഴുത്തു പരീക്ഷയിൽ 91.7 മാർക്ക് ആണ് ആ കുട്ടിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അഭിമുഖത്തിലേക്ക് പോകുമ്പോൾ 40-ൽ 11 മാർക്കായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തിരുന്നത്. എഴുത്തു പരീക്ഷയിൽ വളരെ പിന്നിലുള്ള ഇടതുപക്ഷ അനുഭാവിയായ ആളുകൾക്ക് പക്ഷേ 40-ൽ 38 മാർക്കും അഭിമുഖത്തിന് കൊടുത്തുകൊണ്ട് ഇവരെക്കാൾ മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് ഉയർത്തുകയും അതിൻ്റെ ഭാഗമായി ഈ കുട്ടി പിന്തള്ളപ്പെടുകയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത്
റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ 355 രൂപയോ മറ്റോ കൊടുത്ത് ഈ പേപ്പറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കണം. 15 ദിവസം എന്നുള്ളൊരു കണക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് തരില്ല ഇങ്ങോട്ട്. അതാണ് അത്. അങ്ങോട്ടൊരു നിയമവും ഇങ്ങോട്ടൊരു വേറൊന്നും എന്ന് പറയുന്നത് പോലെ അത് തരില്ല. അതിനും കൂടിയുള്ള ഒരു പ്രഹരമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അത് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് തട്ടിപ്പിൻ്റെ ഒരു വഴിയാണ് നോക്കേണ്ടത്. അന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ എഴുത്തു പരീക്ഷയുടെ മാർക്കുണ്ട്, അഭിമുഖത്തിൻ്റെ മാർക്കുണ്ട്. അങ്ങനെ മാർക്കോടുകൂടി തന്നെയാണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുക, ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടി അന്ന് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തത്. കാരണം ഇത്രയും മാർക്കുണ്ടായിട്ടും എനിക്കെന്താണ് 11 മാർക്ക്? നമുക്കാണെങ്കിലും തോന്നുമല്ലോ. 91 മാർക്കോളം പരീക്ഷയ്ക്ക് വാങ്ങിയ ഒരു കുട്ടി ഒരു അഭിമുഖത്തിൽ അത്ര കണ്ടങ്ങ് പരാജയപ്പെടും. അവർക്കൊന്നും അറിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. മറ്റെന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുമല്ല. അത്രയും അധികം കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതും കൂടെ വെച്ചിട്ട് അവർ കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് PSC പറഞ്ഞതാണ് അത് ഇനി അങ്ങനെ ഉണ്ടാവില്ല. നിലവിൽ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 19 നടന്ന കാര്യത്തിന് 2023 ആകുമ്പോഴോ 22-ലുമാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന നിലയുണ്ടാവുന്നത്. അപ്പോൾ പറഞ്ഞത് അന്ന് ജോലിയിൽ കയറിയ ആൾ ഇനി രാജിവെക്കാനായി, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ രാജിവെച്ച ആളുടെ ഇതിലും കൂടി ആയപ്പോഴാണ് 2023 വീണ്ടും പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് പുറത്തുവിട്ട വാർത്ത എന്നുള്ളത്. ഈ 2023 പരീക്ഷ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത് 2025 മെയ് 31. അപേക്ഷിച്ചിട്ടും ഉത്തരക്കടലാസ് കൊടുത്തിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേന് അതിനുള്ളിൽ മാർക്കുമില്ല. അതായത് 19 മാർക്കെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആലോചിക്കേണ്ടത്, ഈ മാർക്കും കൂടെ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ ആളുകൾക്ക്, എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ക്രമക്കേട് ഉണ്ടാകുന്നു എന്ന് ഉള്ള ഒരു ബോധ്യത്തിൽ ഇവർ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നത്. അത് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെ ആവണമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതിൽ മാർക്കില്ല, മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഉത്തരക്കടലാസ് നൽകിയിട്ടില്ല. ഇത്ര കാലമായിട്ട് അത് കൊടുത്തിട്ടുമില്ല. അന്ന് എഴുതിയ പരീക്ഷയാണ്. അന്നേ ഉറപ്പായാലും ഇത് എന്തായാലും പരിശോധന വിധേയമാക്കണമെന്ന് വിചാരിച്ച ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നിരാശയാണ്. ഉത്തരക്കടലാസ് കൊടുത്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ SP DYSP റാങ്കിലുള്ള ആഭ്യന്തര വിജിലൻസാണ് ഇത് അന്വേഷിക്കാറ്. അപ്പോൾ അവിടെയാണ് ഈ ചെയർമാൻ്റെ മറ്റൊരു അതിബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ജീവനക്കാരുടെ ഇടയിലെ അച്ചടക്ക നടപടി പ്രശ്നങ്ങളൊക്കെ കേൾക്കുവാനും പരിശോധിക്കുവാനൊക്കെ വേണ്ടി ഈ പരീക്ഷാ കൺട്രോളർക്ക് ഇൻറ്റേർണൽ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ എന്ന തസ്തികയുണ്ട്. ഇതിനെ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥ എന്ന പേരാണ് അതിനുള്ളത്. അങ്ങനെയാണ് ഈ അട്ടിമറി പ്രവർത്തിപ്പിച്ചു വരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കള്ളം മറക്കുവാൻ വേണ്ടി തന്നെയല്ലേ മറ്റൊരു കള്ളം വരുന്നു. അത് മാർക്ക് ആദ്യം പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടാവുന്നു, പിന്നീട് അത് മാർക്ക് ഒഴിവാക്കി പേര് മാത്രം പ്രസിദ്ധീകരിക്കുന്നു, പിന്നീട് അതിൽ ആക്ഷേപം വരുമ്പോൾ ഈ പറയുന്നത് പോലെ വേറെ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് അന്വേഷിക്കുന്നു എന്നുള്ളത്, പക്ഷേ ഇത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു അന്വേഷണം വരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. 42 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടാണ് 1ാം റാങ്ക് നിയമനവും നടത്തിയിരിക്കുന്നത്. ഇനി അഭിമുഖത്തിനുള്ള മാർക്കും കൊടുക്കേണ്ടതാണ്. അതും നിലവിൽ ഇതിലൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് മാത്രവുമല്ല, അതിവേഗ നിയമനമായിരുന്നു ഇതിൽ നടന്നിരിക്കുന്നത്. മെയ് 31 2025 മെയ് 31 ഈ ഇത് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. പക്ഷെ നിയമന ശുപാർശ വന്നിരിക്കുന്നത് ജൂൺ 23 തന്നെ. അപ്പോൾ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയായിരുന്നു PSC ഇക്കാര്യത്തിൽ ചെയ്തത്. അതും ഒരു സ്വജന താല്പര്യം ഇക്കാര്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗെയിൻ മറ്റാർക്കെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിലും പ്രശ്നമാണ്. പിന്നെ ഈ പരീക്ഷാ കൺട്രോളർ എന്തിനാണ് ഈ മാർക്ക് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇതിലെന്താണ് ഇതിപ്പം മറക്കാനുള്ളത്? ഇത് PSC എന്നുള്ളതൊരു സുതാര്യ സംവിധാനമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. പിന്നെ അപേക്ഷിച്ചിട്ടും എന്താണ് കൊടുക്കാത്തത്? അതാണ് വിവരാവകാശ നിയമപ്രകാരം പോലും ഉത്തരക്കടലാസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തിനാണ് ഇതിലൊക്കെ ഇത്ര അധികം ഒളിച്ചു വെക്കേണ്ട കാര്യം ഉള്ളത് എന്നുള്ളതാണ്. പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഞങ്ങൾക്ക് ഇത് ജോലി നിഷേധിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുറവുകൾ എന്താണെന്ന് അവർക്കറിയാനുള്ള അവകാശമില്ലേ? അതുപോലും മാനിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒന്നുള്ളതാണ്, ഇത് കൂടുതൽ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നുള്ളൊരു പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അതാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ പിഴവാണെന്ന്. അപ്പോൾ അതിലാണെങ്കിൽ അതിൽ യാതൊരു സെക്യൂരിറ്റി ഓഡിറ്റും ഇല്ല എന്നാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഉദ്യോഗസ്ഥനെ തന്നെ അങ്ങ് മാറ്റിയിട്ട് തൊട്ട് പിന്നാലെ ഈ SP അങ്ങ് ഒഴിവാക്കിയിട്ടാണ് പരീക്ഷാ കൺട്രോളർക്ക് ഈ ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ പിഴയ്ക്കുമ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുകയും അത് മുഴുവൻ നിലവിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ അത് അന്വേഷിക്കുകയും വാർത്തയാക്കുകയും ചെയ്യുന്നതുകൊണ്ടുകൂടി PSC അടിമുടി നിലവിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നല്ല പ്രശ്നങ്ങളുണ്ട്.
കൈമാറി ആരുടെ അടുത്താണോ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ബൈജുവിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇതൊരു തുടർച്ചയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. കാരണം എപ്പോഴെപ്പോഴും പരീക്ഷ നടത്തുന്ന ആളുകളല്ലല്ലോ PSC എന്നുള്ളത്. അപ്പോൾ അത്രയധികം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് PSCയുമായി ബന്ധപ്പെട്ട്, എത്ര പേരാണ് അവർ ഉള്ള തൊഴിലുകൾ വിട്ടിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ആഗ്രഹിക്കുന്നത്. ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെ അല്ലെങ്കിൽ അതൊക്കെ തല്ലിക്കെടുത്തുന്നത് പോലെയാണല്ലോ നിലവിൽ ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്വജന പക്ഷപാത കാണിക്കേണ്ട ഒരു സ്ഥലമോ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തേണ്ട ഒരു സ്ഥലമോ അല്ല എന്നുള്ളൊരു ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായിരിക്കുകയാണ് നിലവിൽ. കാരണം ഇങ്ങനെയൊന്നും കറപ്റ്റഡായി പോകേണ്ട, ഇത്രയൊന്നും മോശമായി പോകേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, നീറ്റിലൊക്കെ നമ്മൾ എന്തോരം ബഹളം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. NDAക്കെതിരെ എത്രയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ആ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നത്. നമുക്ക് അതിനോടൊക്കെ ഐക്യപ്പെടാൻ തന്നെയാണ് പറ്റുന്നത്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികളുടെ ജീവിതമാണല്ലോ ഇതിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയും എന്താണ് സമാന സാഹചര്യം പോലെ തന്നെയല്ലേ. ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ ജോലി തേടുന്നവർക്കുള്ള അവരുടെ അത്താണിയാവേണ്ട സംവിധാനത്തെയാണല്ലോ ഈ നിലക്ക് കുഴച്ചു മറിച്ചിട്ടിരിക്കുന്നതെന്നല്ലേ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ആവർത്തിക്കുകയാണ്. ഇതൊരു പല നാളായി കള്ളത്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഒടുവിൽ പിടിയിലാവുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യവും വഴിയും അവർ തന്നെ ഒരുക്കിയ, അവർ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്ത് വന്ന് ഇപ്പോൾ ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാത്തിരുന്ന കുറച്ചുകൂടെ കാണാം. അതുപോലെ ഒരു PSCയിൽ ആഭ്യന്തര അന്വേഷണം എന്ന നിലയ്ക്ക് അപ്പുറത്തൊരു അന്വേഷണം സാധ്യമാവില്ല എന്നുള്ളതൊക്കെയാണ് അതിനെ അതിൻ്റെ നിയമപരമായ വശം ചൂണ്ടിക്കാട്ടി പലപ്പോഴും പലരും സൂചിപ്പിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അതന്വേഷിക്കാനായിട്ട് ആഭ്യന്തരമായി മാത്രം അന്വേഷിക്കുന്നത് ശരിയല്ല. അങ്ങനെ അല്ലാത്ത സാധ്യതകളുമുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ തേടുകയാണ് വേണ്ടത്. അതിന് പകരം ഈ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുക വഴി ഇതിൽ മറച്ചു വെക്കാൻ ചിലതുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് തന്നത്. ഇതിനുണ്ടാകുന്ന ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും ഈ സ്ഥിര നിയമനങ്ങളെല്ലാം സമ്പൂർണ്ണമായി തന്നെ തടഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ധാരാളം PSC നിയമനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ നിയമനം ആ നിലയ്ക്ക് സ്ഥിര നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ കുറേ കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ അത് വാസ്തവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഏജൻസി മാത്രമല്ല, ഏറ്റവും വിശ്വാസ്യതയുള്ളത് എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരു സംവിധാനം. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കൊണ്ടുവരുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ ആളുകൾക്ക് PSC അംഗങ്ങൾക്ക് എണ്ണക്കുറവൊന്നുമില്ല. 10-21 അംഗങ്ങൾ PSCയിലുള്ളതാണ്. PSC അംഗങ്ങൾ എന്നാണ് നിലയ്ക്ക് ഇത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ജോലിഭാരം കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് PSCയിൽ. മാത്രമല്ല ഈ കാര്യത്തിൽ ഈ വിശ്വാസ്യത നിലനിർത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളുടെ സ്വഭാവത്തിലാണ് ഇവിടെ ഈ പലരും PSCയുടെ അംഗങ്ങളായി വരുന്നതോ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നതോ ഒക്കെ. അപ്പോൾ അവരത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അത് ചെയ്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. അതാണെങ്കിൽ ആ വിവരം അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ നേരത്തെ തന്നെ. ഈ ഉദ്യോഗാർത്ഥികൾക്ക് സംശയം തോന്നുമ്പോൾ തന്നെ ഇതിലെത്തി ഇങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ, നമ്മളത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, അങ്ങനെ ഒരു നിലപാടിലേക്ക് കിടക്കുകയല്ലേ വേണ്ടത്. ഇതിൽ ഇപ്പോൾ പങ്കെടുത്തതും ഈ പരീക്ഷ എഴുതിയതെല്ലാം സർവീസിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ കുറേ കൂടി റിസ്ക് കുറവുണ്ട്. സർവീസിലുള്ള ആളുകൾക്ക് ഒരാൾക്കൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചിട്ട് അത് മാറ്റാം എന്ന് ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്യാതിരിക്കുക വഴി അതത്ര ലളിതമല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ ഈ RTI വഴി ഈ ഉദ്യോഗാർത്ഥി ഈ ഉത്തരക്കടലാസ് എടുക്കുമ്പോഴാണല്ലോ ഇതിനെ ഈ വിവരങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് PSCക്ക് ഇത് കണ്ടെത്താൻ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. PSCക്ക് ഇത് കണ്ടെത്താനും തിരിച്ചറിയാനും ഇത് കറക്റ്റ് ചെയ്യാനും ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇത്രയും അധികം നിയമനങ്ങൾ നടത്താനായിട്ടുള്ള ശേഷി ഈ സംവിധാനത്തിനില്ല, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയില്ല എന്ന് ആളുകൾ വിലയിരുത്തി പോകും. അത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി തീർച്ചയായിട്ടും അത് PSCക്ക് ഉള്ളതാണ്. PSC അത് പാലിക്കേണ്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ആസ്ഥാനത്തിരിക്കുന്നവർക്ക് അത് ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ കാണാം. അതപ്പം മനഃപൂർവ്വം മൗനം പാലിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതുപോലെ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ
ഇൻറ്റേർണൽ വിജിലൻസ് മാത്രം ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അവിടെ പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അത് അതിനകത്തും കുഴപ്പമുണ്ട്. കാരണം ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു ക്രൈം തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക സാഹചര്യമുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഏജൻസി തന്നെ അത് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. പിന്നെ ഇതിനകത്ത് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്താണ്? ഈ കഴിവുള്ളവർ അല്ലെങ്കിൽ മറ്റു പലതരത്തിലാണ്. ഇപ്പോൾ സാമൂഹ്യ നീതി എന്നുള്ളതാണല്ലോ സംവരണത്തിൻ്റെ അടിസ്ഥാനം. അതിനെയും സമ്പൂർണ്ണമായി അട്ടിമറിക്കുന്ന ഏജൻസി ഏതാണ്? അത് PSC ആണ്. ഇപ്പോൾ സംവരണം എന്നുള്ളതിനെ അട്ടിമറിക്കുന്ന ഏജൻസിയായി PSC പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം എത്രയോ കാലങ്ങളായി ഈ മറ്റേ വനരോധനമായി PSCക്കെതിരെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിലൊന്നും വ്യക്തമായി ഒരു തിരുത്തൽ വരുത്താൻ PSC ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദളിത് സ്ത്രീയുടെ ആണ് അട്ടിമറിക്കപ്പെട്ടത് 2019. ഇത് ഇങ്ങനെ തുടർച്ചയായി ഇത് ഏതെങ്കിലും ഒരു നിയമനത്തിൽ മാത്രമല്ല, എല്ലാ നിയമനങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടൽ അത് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളോടുള്ള വലിയ അനീതിയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ ട്രാൻസ്പാരൻസി ഉറപ്പായിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഏറ്റവും വിശ്വാസ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന PSCയുടെ തകർച്ചയായിരിക്കും ഉണ്ടാവുക എന്നുള്ള സംശയമൊന്നുമില്ല. PSC സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷ. ആ പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഈ വാർത്തകൾ ശരിയാണെന്ന കാര്യവും ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. അപ്പോഴും വിജിലൻസ് അന്വേഷണത്തെ പോലും അട്ടിമറിച്ച് പരീക്ഷാ കൺട്രോളറെ വെച്ച് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാനുള്ള തീരുമാനം എന്തിനാണ് PSC ചെയർമാൻ കൈക്കൊണ്ടത് എന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിക്കുന്ന പരീക്ഷാ കൺട്രോളറെ ഇത്രയും വലിയൊരു ക്രമക്കേട് അന്വേഷിപ്പിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കൂടാതെ പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ അന്വേഷണം അട്ടിമറിച്ചതിലൂടെ PSC ബോർഡ് തന്നെ സംശയനിഴലിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്രമക്കേട് ആസൂത്രണ ബോർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന സൂചനയാണ് പുറത്തു വന്ന വാർത്തകളെല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കേണ്ടത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടടക്കം രാജ്യം ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ അനേകം യുവാക്കളുടെ പ്രതീക്ഷാ കേന്ദ്രമായ PSC സംശയ നിഴലിലാകുന്നത് ശുഭകരമാകില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഒരിടവേള കൂടി.